ഒക്കെ സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. മിഥുൻ്റെ അനുജൻ ഉൾപ്പെടെ ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് കാണേണ്ടി വരിക എന്നത് ആർക്കും താങ്ങാൻ കഴിയുന്ന കാഴ്ചകളല്ല അവിടെ. തീർച്ചയായിട്ടും ലതീഷ്, കാരണം ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ചേതനയേറ്റ ശരീരം, അവരുടെ മൃതശരീരം കാണേണ്ടി വരിക എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അത് ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും അങ്ങനെയാണ്. ആ തരത്തിലുള്ളൊരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ അച്ഛനും അമ്മയും കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ അമ്മ എങ്ങനെയാണ് വിമാനം കയറി ഇങ്ങോട്ടേക്ക് ഇത്ര മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തിയെന്ന്. കാരണം അവരുടെ ഓരോ നിമിഷവും അവരുടെ ഓരോ യാത്രയിലും അവർ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് ഈ രണ്ട് മക്കളെ കുറിച്ചാണ്. ഈ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാകുന്നത്. കാരണം അത്രയധികം ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത്. വീട് എന്ന് പറയാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. കാരണം ഒരു ഭാഗത്ത് അതിന്റെ പ്രധാന മുറി എന്ന് പറയുന്നത് സാധാരണ വെട്ടുകല്ലിൽ നിർമ്മിച്ച ഒരു മുറിയാണ്. ആ വെട്ടുകല്ലിന്റെ ഇടയിൽ സിമെന്റ് അല്ല, അത് ചെളി കൊണ്ടുള്ളൊരു വീടാണ്. അതിന് ചുറ്റുപാടും മറ്റ് 2-3 മുറികൾ, അത് അതിന്റെ ജനലെല്ലാം തന്നെ ദ്രവിച്ച് ഇടിഞ്ഞ് കുടുംബം ജീവിച്ചിരുന്നത്. വീട് എന്ന് പറയാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. കാരണം ഒരു ഭാഗത്ത് അതിൻ്റെ പ്രധാന മുറി എന്ന് പറയുന്നത് സാധാരണ വെട്ടുകല്ലിൽ നിർമ്മിച്ച ഒരു മുറിയാണ്. ആ വെട്ടുകല്ലിൻ്റെ ഇടയിൽ സിമെൻ്റ് അല്ല, അത് ചെളി കൊണ്ടുള്ളൊരു വീടാണ്. അതിന് ചുറ്റുപാടും മറ്റ് 2-3 മുറികൾ, അത് അതിൻ്റെ ജനലെല്ലാം തന്നെ ദ്രവിച്ച് ഇടിഞ്ഞു വീഴാറായ നിലയിൽ നിൽക്കുന്നു. ആ പ്രാരാബ്ധത്തിൽ നിന്നാണ് ഈ കുടുംബത്തെ കരകയറ്റുന്നതിന് വേണ്ടി, മക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ അമ്മ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പോഴെല്ലാം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മകൻ്റെ സ്വപ്നം അത് സൈനികനാകണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവന് ഫുട്ബോൾ കളിക്കാനാകണമെന്നുള്ളതാണ്. ആ സ്വപ്നത്തിന് വേണ്ടിയാണ് ആ അമ്മ ഇത്രയധികം കഷ്ടപ്പെട്ട് ഒരു വിദേശത്തേക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയത്. പോയി ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞ് മക്കൾക്ക് സമ്മാനവുമായി, അല്ലെങ്കിൽ അവർ ഏർപ്പാടായിരുന്നു. അതിൻ്റെ 2ാം വാർഷികത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ കേട്ടു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് കണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടു പോയ ഒരാളായിട്ടാണ്. അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ മിഥുനെ പറ്റിയും നമുക്ക് ഈ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഈ സ്ഥലത്ത് വരുമ്പോൾ, ഈ നാട്ടിൽ വന്ന മിഥുനെ പറ്റി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓരോ മലയാളികൾക്കും അവനെ കണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി ഏറെ ഇഷ്ടമായി കഴിഞ്ഞു. അവൻ ഇവിടെ വന്നിരിക്കുന്ന പലർക്കും മകനും സഹോദരനും അതോടൊപ്പം തന്നെ കുഞ്ഞും കൂട്ടുകാരനും എല്ലാമായി മാറിയ ഒരു മിഥുൻ, 13 വയസ്സുകാരൻ. ആ 13 വയസ്സുകാരന്റെ വേർപാട് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അവന്റെ അധ്യാപകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അധ്യാപകർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ സാധിച്ചില്ല. എല്ലാം കൊടുന്നതിനെ ഒറ്റ നിമിഷം കൊണ്ടാണ് സംഭവിച്ചത്. നമ്മൾ രാവിലെ അവന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നു. അവൻ ആ ലൈൻ കമ്പിയിലേക്ക് നടന്നു പോകുന്നതും ആ മരണത്തിന് മുന്നിൽ അവൻ കീഴടങ്ങുന്നതും എല്ലാം കണ്ടു. അപ്പോഴും ആ മരണത്തിന് മുന്നിൽ അവനിങ്ങനെ അനുജൻ തീ പകർന്നിരിക്കുകയാണ്. മിഥുന്റെ ചിതയിലേക്ക് അഗ്നി പകർന്നിരിക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് നോക്കണം.
ഇറങ്ങാൻ ചന്ദ്രനോ